ഹായ് പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരള സാമ്പാർ ഉണ്ടാക്കാം. അതിനായി കഴുകിയ പരിപ്പ് എടുക്കുക. അര കപ്പ് പരിപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 കപ്പ് വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നതുവരെ വേവിക്കുക. ആവശ്യമുള്ള പച്ചക്കറികൾ: ചെറിയ ഉള്ളി, വെള്ളരിക്ക, പച്ചമുളക്, വഴുതന, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്ക, വെണ്ടക്ക, തക്കാളി, കാരറ്റ്. വേവിച്ച പരിപ്പിലേക്ക് വെള്ളരിക്ക, വഴുതന, മുരിങ്ങക്ക, ഉരുളക്കിഴങ്ങ്, കാരറ്റ്, ഒരു പച്ചമുളക് എന്നിവ ചേർക്കുക. പച്ചക്കറികൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മീഡിയം തീയിൽ 1 വിസിൽ വരെ വേവിക്കുക. പുളി വലിയ നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അടുത്തതായി ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്ത് അതിൽ 2 ടീസ്പൂൺ എണ്ണ ചേർക്കുക. ഒരു നുള്ളു ഉലുവ ചൂടാകുമ്പോൾ 10 അല്ലെങ്കിൽ 12 ചെറിയ ഉള്ളി ചേർത്ത് 2 മുതൽ 3 മിനിറ്റ് വരെ വഴറ്റുക. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1/4 ടീസ്പൂൺ കായം എന്നിവ ചേർത്ത് കുറഞ്ഞ തീയിൽ 2 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് പുളി വെള്ളം ചേർക്കുക. കുക്കർ തുറന്ന് ഇത് വേവിച്ച പച്ചക്കറികളിലേക്ക് ചേർക്കുക. തക്കാളിയും വെണ്ടയ്ക്കയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യമെങ്കിൽ ചൂടുവെള്ളം ചേർക്കുക. ഒരു ചെറിയ കഷണം ശർക്കര ചേർക്കുക. 15 മിനിറ്റ് ഇടത്തരം തീയിൽ തിളപ്പിക്കുക. കറിവേപ്പില ചേർക്കുക. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ഉണക്കമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് 1 ടീസ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർക്കുക. ഇത് കറിയിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി കുക്കർ കുറച്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക. അങ്ങനെ എളുപ്പവും രുചികരവുമായ സാമ്പാർ തയ്യാറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.